ലീഡർഷിപ്പ് നമ്മളെല്ലാവരും കേൾക്കുന്ന, പലപ്പോഴും ചർച്ച ചെയ്യുന്ന ഒരു വാക്കാണ്, അല്ലേ? പക്ഷേ എന്താണ് ഒരു നല്ല നേതൃത്വം? അതിനെ എങ്ങനെ കൃത്യമായി അളക്കാൻ പറ്റും? അതായത് വെറും എനിക്കയാളെ ഇഷ്ടമാണ് അല്ലെങ്കിൽ അയാൾ കൊള്ളാം എന്ന തോന്നലുകൾക്കപ്പുറം കൃത്യമായ കണക്കുകൾ വെച്ച് ഇതിനെ വിലയിരുത്താൻ വല്ല വഴിയുമുണ്ടോ? ആ വഴികളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. നമുക്ക് നിങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങാം. ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങളുടെ ഇപ്പോഴത്തെ ബോസ് അല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന ഒരു മാനേജർ അവരൊരു ഗംഭീര നേതാവാണോ? ശരി, ഇനി അടുത്ത ചോദ്യം. അങ്ങനെ പറയാൻ എന്താ കാരണം? ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സിൽ വരുന്നത്, ഓ, ആളൊരു സപ്പോർട്ടാണ്, അല്ലെങ്കിൽ ടീമിനെ കൊണ്ടുപോകുന്നത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ് എന്നൊക്കെയാവും. പക്ഷെ ഇതൊക്കെ സത്യത്തിൽ നമ്മുടെ വ്യക്തിപരമായ അനുഭവങ്ങളും തോന്നലുകളും മാത്രമല്ലേ? ഇവിടെയാണ് ശരിക്കും പ്രശ്നം തുടങ്ങുന്നത്. കൃത്യമായി അളക്കാനൊരു സിസ്റ്റം ഇല്ലെങ്കിൽ ആരാണ് നല്ല ലീഡർ എന്ന് നമ്മൾ എങ്ങനെ തീരുമാനിക്കും? അതൊരു ഊഹക്കച്ചവടം പോലെയാവില്ലേ? ചിലപ്പോൾ ശരിയാവാം, ചിലപ്പോൾ തെറ്റാം. ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇത് പലപ്പോഴും തെറ്റായ പ്രൊമോഷനുകൾക്കും ചിലപ്പോൾ അനീതിക്കും വരെ വഴിവെച്ചേക്കാം. അപ്പോ ഈ ഊഹക്കളിക്ക് ഒരു പരിഹാരമില്ലേ? തീർച്ചയായുമുണ്ട്. അതിനെയാണ് നമ്മൾ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്ററുകൾ അല്ലെങ്കിൽ ചുരുക്കി പറഞ്ഞാൽ KPI എന്ന് വിളിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ലീഡർമാർക്ക് വേണ്ടി തയ്യാറാക്കിയ ഒരു പ്രത്യേക സ്കോർ കാർഡാണത്. എന്താണ് ഈ ലീഡർഷിപ്പ് KPI എന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളാണ്. ഒരു നേതാവിന്റെ പ്രകടനത്തെ അളക്കാൻ സഹായിക്കുന്ന കുറച്ച് നമ്പറുകളാണിവ. ഒരു ക്രിക്കറ്റ് കളിക്കാരന്റെ റൺസും ആവറേജും നോക്കുന്നത് പോലെ ഒരു ലീഡറുടെ കാര്യക്ഷമത, അവരുടെ വളർച്ച, പിന്നെ അവരു കമ്പനിയിലുണ്ടാക്കുന്ന മാറ്റം, ഇതെല്ലാം ഈ നമ്പറുകൾ നമുക്ക് കൃത്യമായി കാണിച്ചു തരും. അപ്പോ ഈ KPIകൾക്ക് പ്രധാനമായും 3 ജോലികളാണുള്ളത്. ഒന്ന്, ഇപ്പോഴുള്ള ലീഡർമാർ എത്രത്തോളം ഇഫക്റ്റീവാണെന്ന് കൃത്യമായി അളക്കുക. 2, അവർ കാലത്തിനനുസരിച്ച് മെച്ചപ്പെടുന്നുണ്ടോ എന്ന് ട്രാക്ക് ചെയ്യുക. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, നാളെ ഈ കമ്പനിയെ നയിക്കാൻ കഴിവുള്ളവരെ കണ്ടെത്താനും അവരെ വളർത്തിയെടുക്കാനും ഇത് സഹായിക്കും. ചുരുക്കത്തിൽ ഇത് ഇന്നത്തെ കാര്യം മാത്രമല്ല, നാളത്തെ കാര്യവും ഉറപ്പുവരുത്തുന്നു. ശരി, അപ്പൊ ഈ സ്കോർ കാർഡ് കൊണ്ട് എന്തൊക്കെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ അളക്കുന്നത് എന്ന് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാലോ? ഇതിനെ നമുക്കൊരു കാറിന്റെ ഡാഷ്ബോർഡ് പോലെ കാണാം. കാറിൽ സ്പീഡോമീറ്റർ, ഫ്യൂൾ ഗേജ്, ടെമ്പറേച്ചർ ഗേജ് ഒക്കെയില്ലേ? ഓരോന്നും ഓരോ പ്രധാനപ്പെട്ട കാര്യമല്ലേ പറയുന്നത്? അതുപോലെയാണ് ഇതും. ലീഡർഷിപ്പ് KPIകൾ ഒരു കമ്പനിയിലെ ലീഡർമാരുടെ പ്രകടനത്തിന്റെ ഒരു കംപ്ലീറ്റ് ചിത്രം നമുക്ക് തരും. അതായത് ടീമിന്റെ സന്തോഷം മുതൽ കമ്പനിയുടെ ലാഭം വരെ ഇതിൽ കാണാൻ പറ്റും. അപ്പം നമ്മുടെ ഡാഷ്ബോർഡിലെ ആദ്യത്തെ മീറ്റർ നോക്കുന്നത് സ്ഥാപനത്തിന്റെ ഭാവിയിലേക്കാണ്. അതായത് നമ്മുടെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളൊക്കെ നമ്മൾ ഉള്ളിലുള്ള ആളുകളെ വെച്ച് തന്നെയാണോ ഫില്ല് ചെയ്യുന്നത്? അതോ എല്ലാ തവണയും പുറത്തുനിന്ന് പുതിയൊരാളെ കൊണ്ടുവരേണ്ടി വരുന്നുണ്ടോ? അതുപോലെ പ്രധാനപ്പെട്ട റോളുകളിലുള്ളവർ നാളെ പോയാൽ പകരം വെറ്റാൻ ആളുകൾ റെഡിയായി നിൽക്കുന്നുണ്ടോ? ഈ നമ്പറുകൾ കാണിച്ചു തരുന്നത് ഒരു സ്ഥാപനത്തിന്റെ ഭാവി എത്രത്തോളം സുരക്ഷിതമാണ് എന്നുള്ളതാണ്. അടുത്തത് ചിലപ്പോൾ അക്കങ്ങളിൽ ഒതുക്കാൻ പറ്റാത്ത, പക്ഷെ ഒരു നേതാവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതെന്താണെന്നാൽ ടീമിന്റെ കൾച്ചറിലും മനോവീര്യത്തിലുമൊക്കെ അവരുണ്ടാക്കുന്ന സ്വാധീനം. കാരണം ഹാപ്പിയായി മോട്ടിവേറ്റഡായിരിക്കുന്നൊരു ടീം എപ്പോഴും നല്ല റിസൾട്ട് തരുമല്ലോ. ഇതിന്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് എംപ്ലോയി എൻഗേജ്മെന്റ് സ്കോർ. ജീവനക്കാരോട് വളരെ സിമ്പിളായിട്ടൊരു ചോദ്യം ചോദിക്കും, ഈ കമ്പനിയിൽ ജോലി ചെയ്യാൻ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളോട് റെക്കമെൻഡ് ചെയ്യുമോ എന്ന്. ഇതിലൂടെ ടീമിന്റെ മൂഡ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഉയർന്ന സ്കോറാണെങ്കിൽ അതിനർത്ഥം ജീവനക്കാർ ഹാപ്പിയാണ്, അവർക്ക് പ്രചോദനമുണ്ട് എന്നാണ്. ഇത് ശരിക്കും ഒരു ലീഡറുടെ വിജയത്തിന്റെ നല്ലൊരു സൂചനയാണ്. മൂന്നാമത്തെ കാര്യം ഒരു തോട്ടക്കാരന്റെ ജോലിയുമായി ബന്ധപ്പെട്ടതാണ്. അതായത് ഒരു ലീഡർ സ്വയമായി വളർന്നാൽ മാത്രം പോരല്ലോ, കൂടെയുള്ള ഓരോരുത്തരെയും വളർത്തണം. അവരുടെ കഴിവുകളെ എങ്ങനെ പരിപോഷിപ്പിക്കുന്നു, പുതിയ കാര്യങ്ങൾ പഠിക്കാൻ എങ്ങനെ സഹായിക്കുന്നു എന്നതൊക്കെ വളരെ പ്രധാനമാണ്. ഇവിടെയാണ് ലേണിംഗ് എജിലിറ്റി പോലുള്ള കാര്യങ്ങൾ നമ്മൾ അളക്കുന്നത്. അതായത് ഒരു ലീഡർക്ക് എത്ര പെട്ടെന്ന് പുതിയ കാര്യങ്ങൾ പഠിക്കാനും മാറുന്ന സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാനും പറ്റുന്നുണ്ട്. അതുമാത്രമല്ല, അവരെ ടീമിന് കൊടുക്കുന്ന ട്രെയിനിങ് കൊണ്ട് ടീമിന്റെ പെർഫോമൻസിൽ ശരിക്കും വല്ല മാറ്റവും വന്നിട്ടുണ്ടോ? ചുമ്മാ ട്രെയിനിങ് കൊടുത്താൽ പോരല്ലോ, അതുകൊണ്ട് ഗുണമുണ്ടായോന്ന് കൂടി അറിയണ്ടേ? ഇപ്പോൾ നമ്മൾ വരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട 4ാമത്തെ കാര്യത്തിലേക്കാണ്. നന്നായി സംസാരിക്കുന്ന നല്ല പെരുമാറ്റമുള്ള ഒരാളായതുകൊണ്ട് മാത്രം കാര്യമില്ല. ഒരു നേതാവിന്റെ പ്രവർത്തനം കൊണ്ട് കമ്പനിക്ക് സാമ്പത്തികമായി എന്ത് ഗുണമുണ്ടായി എന്ന് നമ്മൾക്കറിയണം. ഇവിടെയാണ് നമ്മൾ നേതൃത്വത്തെ ബിസിനസ് റിസൾട്ടുമായി നേരിട്ട് ബന്ധിപ്പിക്കുന്നത്. ഉദാഹരണത്തിന്, ലീഡർഷിപ്പ് ട്രെയിനിങ്ങിനായി നമ്മളൊരു തുക മുടക്കുന്നു. ആ മുടക്കുന്ന ഓരോ രൂപയ്ക്കും തിരിച്ച് എത്ര രൂപയുടെ ബിസിനസ് നേട്ടമുണ്ടായി? ഇതിനെയാണ് നമ്മൾ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് അഥവാ ROI എന്ന് പറയുന്നത്.
അപ്പോൾ മനസ്സിലായില്ലേ, നല്ല നേതൃത്വം എന്ന് പറയുന്നത് വെറും ഒരു നല്ല കാര്യം മാത്രമല്ല, അത് കമ്പനിക്ക് ലാഭമുണ്ടാക്കി തരുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് കൂടിയാണ്. ദേ നോക്കൂ, ഇതാ മറ്റൊരു പവർഫുൾ ഉദാഹരണം. നല്ല നേതൃത്വം വന്നതുകൊണ്ട് മാത്രം ജീവനക്കാർ ജോലി ഉപേക്ഷിച്ചു പോകുന്നത് 15% കുറഞ്ഞു. ഇതുകൊണ്ട് കമ്പനിക്ക് എത്ര പണവും സമയവുമാണ് ലാഭിക്കാൻ പറ്റുന്നത്? അപ്പോൾ ഓരോ നമ്പറിനും പിന്നിലും ഇതുപോലൊരു കഥയുണ്ട്. അപ്പോ ഈ KPIകൾ എന്ന് പറയുന്നത് വെറുതെ ഒരു കൊല്ലത്തിലൊരിക്കൽ നോക്കിവെക്കുന്ന കുറേ നമ്പറുകളല്ല, മറിച്ച് ഒരു കമ്പനിയുടെ ദൈനംദിന പ്രവർത്തനങ്ങളുടെ ഭാഗമാവേണ്ട, എപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റമാണത്. അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഈ ഡേറ്റയൊക്കെ എവിടുന്നാ വരുന്നത്? ഏതെങ്കിലും ഒരിടത്തുനിന്നല്ല, പല സ്ഥലങ്ങളിൽ നിന്നാണ്. ജീവനക്കാർക്കിടയിൽ നടത്തുന്ന സർവേകളിൽ നിന്ന്, അവരുടെ പെർഫോമൻസ് റിപ്പോർട്ടുകളിൽ നിന്ന്, പിന്നെ 360 ഫീഡ്ബാക്ക് എന്ന് പറയുന്നൊരു പരിപാടിയുണ്ട്. അതായത് ഒരു ലീഡറെക്കുറിച്ച് അവരുടെ മുകളിലുള്ളവരും കൂടെ ജോലി ചെയ്യുന്നവരും താഴെയുള്ളവരും അഭിപ്രായം പറയും. ഇങ്ങനെ പല സൈഡിൽ നിന്നും വിവരം കിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് വളരെ കൃത്യമായ ഒരു ചിത്രമായിരിക്കും. ഇവിടെയാണ് ഈ സിസ്റ്റത്തിന്റെ ശരിക്കുള്ള പവർ. ഇതൊരു സൈക്കിൾ പോലെയാണ്. ആദ്യം ഫീഡ്ബാക്ക് ശേഖരിക്കുന്നു, ആ വിവരങ്ങൾ വെച്ച് ലക്ഷ്യങ്ങൾ കുറച്ചുകൂടി മെച്ചപ്പെടുത്തുന്നു, പിന്നെ നേതാക്കളെ അവരുടെ പ്രകടനത്തിന് ഉത്തരവാദികളാക്കുന്നു. ഈ പ്രോസസ് ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. അതിലൂടെ സ്ഥാപനവും നേതാക്കളും ഒരുമിച്ച് വളരുന്നു. ചുരുക്കി പറഞ്ഞാൽ, എന്തിനാണ് നമ്മൾ ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് നേതൃത്വത്തെ അളക്കുന്നത്? വെറും തോന്നലുകളെ വിശ്വസിക്കാതെ എന്തിനാണ് ഡേറ്റ ഇത്രയധികം ആശ്രയിക്കുന്നത്? ഇതിന്റെ എല്ലാം പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ, ഇത് നമ്മളെ വ്യക്തിപരമായ ഇഷ്ടങ്ങൾക്കും ഊഹങ്ങൾക്കും അപ്പുറം ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുന്നു. അതിലൂടെ മികച്ച നേതാക്കളെ വളർത്തിയെടുക്കാൻ പറ്റുന്നു. അങ്ങനെ ഒരു സ്ഥാപനം കൂടുതൽ ശക്തമാകുന്നു. അതുകൊണ്ട് നമ്മളെല്ലാവരും സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്: നമ്മുടെ കമ്പനിയിൽ നമ്മൾ അളക്കുന്ന കാര്യങ്ങൾ ശരിയായവ തന്നെയാണോ? അത് നേതാക്കളുടെ കഴിവുകളെയും കമ്പനിയുടെ ഭാവിയെയും ബിസിനസ് നേട്ടങ്ങളെയും കൃത്യമായി അളക്കുന്നുണ്ടോ? ഈ ചോദ്യം നിങ്ങൾക്കും നിങ്ങളുടെ സ്ഥാപനത്തിനും ഒരുപോലെ ബാധകമാണ്.